ഹലോ, നമസ്കാരം. അൽറംസ് ഫർണിച്ചർ എന്നാണ് പെരുമ്പലാവ്, പട്ടാമ്പി റോഡ്, അറക്കൽ. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫുൾ വുഡൻ സോഫ സെറ്റുകളാണ്. ഫുൾ വുഡൻ ആണ് വരുന്നത്. തേക്കാണ് കംപ്ലീറ്റ് വരുന്നത്. ഫുൾ ഫോറസ്റ്റ് തേക്കുകളാണ് വരുന്നത്. HR ക്ലോത്ത് ആണ് ഇതിലുള്ളത്. ഫുള്ള് തേക്കിലാണ് വരുന്നത്. ഫുള്ള് ഫോറസ്റ്റ് തേക്കാണ് ഇതിൽ വരുന്നത്. അപ്പം നമ്മുടെ ഒരു ക്ലയൻറ്റ് പറയുകയാണ് ഇത് മഹാഗണിൽ വേണം, അക്കേഷ്യയിൽ വേണം, ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്കത് ചെയ്തു കൊടുക്കാനുള്ള സൗകര്യം നമ്മുടെ വർക്ക്ഷോപ്പിലുണ്ട്. നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ് ഇത് വരുന്നത്. മഴക്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രാജേഷ് നന്ദിയങ്കോടിന്റെ വിത്തുയാത്ര തൃശൂർ ജില്ലയിലെ വരവൂർ പഞ്ചായത്തിലെ തളിയിലെത്തി. തളി പാടത്തെ തോട്ടുപറമ്പിൽ ഗ്രാമത്തിലെ ആദ്യകാല ഫോട്ടോഗ്രാഫറും സാംസ്കാരിക പ്രവർത്തകനുമായ ഉണ്ണിക്കുട്ടൻ പിലക്കാട് ആദ്യ കരിമ്പന വിത്തുകൾ പാകി തുടക്കം കുറിച്ചു. വിദ്യാർത്ഥികളായ കൃതിക്, കാശിനാഥ്, ഋതിൻ, ശിവനന്ദ തുടങ്ങിയവരും രാജേഷ് നന്ദിയങ്കോടിനൊപ്പം കരിമ്പന വിത്തുകൾ പാകി. 10 വർഷത്തിലെത്തി നിൽക്കുന്ന വിത്തുയാത്രയിൽ വംശനാശം വന്ന കരിമ്പനകളെ തിരിച്ചുപിടിക്കാൻ അതീവ ശ്രമങ്ങളാണ് രാജീവ് നന്ദിയങ്കോട് നടത്തുന്നത്. തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിലാണ് വിത്തുയാത്ര നടത്തുന്നത്. തോട്ടുപരമ്പത്തും പുഴയോരത്തും കരിമ്പന വിത്തുകൾ പാകുന്നു. പ്രദേശത്തെ സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും തൊഴിലാളികളും വിദ്യാർത്ഥികളും വിത്തുയാത്രയ്ക്ക് മികച്ച പിന്തുണ നൽകുന്നുണ്ട്. വിത്തുയാത്ര ഇന്ന് നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വരവൂർ പഞ്ചായത്ത് പരിധിയിലുള്ള തോട്ടുപറമ്പത്താണ്. എനിക്കിപ്പം ഇവിടെ തന്നെ വിദ്യാർത്ഥികളായിട്ട് ഋതിക്കുണ്ട്, ഋതിനുണ്ട്, പിന്നെ വേറെയും നമ്മുടെ കുട്ടികളുണ്ട്. അവരൊക്കെ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു തോട്ടുപറമ്പത്ത് നമ്മളവിടെ പോയിട്ട് കരിമ്പന വിത്തുകൾ പാകുകയാണ്. ഇത് വിത്തുയാത്ര 10ാമത്തെ കൊല്ലമാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വരവൂർക്ക് വന്നിരിക്കുന്നത്. ഇവിടെ സുഹൃത്ത് ഉണ്ണിക്കുട്ടൻ പിലക്കാട് അദ്ദേഹം ആണ് ഇവിടുത്തെ ഇങ്ങനെ ഒരു തോടുവരമ്പുണ്ടെന്ന് പറയുന്നതും ആ തോടുവരമ്പ് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും. ഇവിടെ ഈ വരവൂര് തന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട് വിത്തുകൾ പാകുന്നുണ്ട്. ആ പാകിയ വിത്തുകളൊക്കെ മുളച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്താണ്, പാകാത്തൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ഈ തവണ വിത്ത് പാകുന്നത്. ഇവിടുത്തെ വിദ്യാർത്ഥികളെയും കൂട്ടുകാരെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ വിത്തുയാത്ര ഇപ്പോൾ അതിന് പുറപ്പെടുകയാണ്. ഞങ്ങൾ വിത്തുകളൊക്കെ ശേഖരിച്ച് കഴിഞ്ഞു. അപ്പോൾ വിത്തുകളായിട്ട് ഞങ്ങൾ തോട്ടുപറമ്പത്തേക്ക് പോവുകയാണ്.